ഹലോ ഗൈസ്, വൺസ് അഗൈൻ ബാക്ക് ടു റോൾ റോം റിലീസ് അതിരടി. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ അരുൺ അനിരുദ്ധൻ. മിന്നൽ മുരളിയുടെയൊക്കെ കോ റൈറ്ററായിരുന്നു പുള്ളി. ബേസിലിൻ്റെ ഒരു ശിഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. സോ ബേസിലും ടൊവിനോയും മെയിൻ കഥാപാത്രമായിട്ട് വരുന്ന ഈ പടത്തിൻ്റെ മറ്റേ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ വിനീത് ശ്രീനിവാസൻ, റിയ ഷിബു, ഷാൻ റഹ്മാൻ, സെറീൻ ഷിഹാബ്, ജിയോ ബേബി, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ മൂഡിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ്സ് എ കോളേജ് ബേസ്ഡ് പടം. അപ്പോൾ ആദ്യം ഒരു ഫ്ലാഷ് ബാക്ക് സീൻ, അതായത് 5 വർഷം മുമ്പുള്ളൊരു കഥ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നു, പിന്നെ ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ആവുന്നു. പിന്നെ 5 വർഷം ശേഷമുള്ള ബേസിലിൻ്റെ കോളേജിലോട്ടുള്ള വരവും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് പടം. അപ്പോൾ ഈ ഒരു പടത്തിന് ഓൾറെഡി കോളേജ് പടം നമ്മളിപ്പോൾ റീസെൻ്റ് ഹിറ്റായിട്ടുള്ള ഇൻഡസ്ട്രി ഹിറ്റായിട്ടുള്ള വാഴ 2 ഒക്കെ കണ്ടാണ്. സോ അത് വെച്ച് കമ്പയർ ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇറ്റ്സ് എ പ്യുവർ, അതുമായിട്ട് ഒരു റിസംബ്ലൻസും ഇല്ലാത്ത ഒരു നല്ലൊരു പടമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ബേസിൽ ജോസഫ് ആനന്ദു എസ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി സാമുവൽ ഹെൻറി. എഡിറ്റഡ് ബൈ ചമൻ ചാക്കോ. ചമൻ ചാക്കോ അറിയാം, ഒരു ഈ 2 വർഷങ്ങളായിട്ട് ഹിറ്റ് സിനിമകൾ മാത്രം എഡിറ്റ് ചെയ്യുന്നൊരു ആളാണ് ചമൻ ചാക്കോ. മ്യൂസിക് ബൈ വിഷ്ണു വിജയ്. അപ്പോൾ ഈ പടത്തിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു കോളേജ് ബേസ്ഡ് പടം. ഫസ്റ്റ് ഹാഫ് പോകുന്നത് ബേസിലിൻ്റെ ക്യാരക്ടർ ത്രൂ ആണ്. ആക്ച്വലി ടൊവിനോ വരുന്നതോടുകൂടി സിനിമയുടെ ഒരു റേഞ്ച് മാറുകയാണ്. പക്ഷേ ടൊവിനോട് ഈ ഒരു ക്യാരക്ടർ എനിക്ക് ഒട്ടും സൂചിച്ചില്ല കേട്ടോ. കാരണം പുള്ളിക്ക് പറ്റാത്തൊരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതും ആ ട്രിവാൻഡ്രം സ്ലാങ്ങുകളൊക്കെ ആയപ്പോൾ എന്തോ ഒരു കല്ലുകടിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇൻ്റർവെല്ലിലൊരു മാസ് സീനുണ്ട്, അത് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴും എനിക്ക് ടൊവിനോയുടെ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഒരു വലിയ കല്ലുകടിയായിട്ടാണ് തോന്നിയത്. വേറൊരു ആക്ടർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ മെച്ചപ്പെട്ടേനെ. ബേസിൽ അപ്പുറത്ത് നല്ലപോലെ അഭിനയിച്ചു പോകുന്നുണ്ട്. പക്ഷേ ടൊവിനോയുടെ ആ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഷാൻ റഹ്മാൻ, എടുത്തു പറയേണ്ട ആക്ടറാണ് ഷാൻ റഹ്മാൻ. ഷാൻ റഹ്മാൻ ഓൾറെഡി നമുക്കറിയാം വിനീത് ശ്രീനിവാസൻ കൂട്ടുകാരനാണ്. പുള്ളി നല്ലൊരു മ്യൂസീഷ്യനാണ്. പക്ഷേ പുള്ളിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇതിൽ അഭിനയിക്കാനാണ് പുള്ളിക്ക് ഇച്ചിരൂടെ കഴിവുള്ളതെന്ന് തോന്നുന്നു. കാരണം കോമഡിയൊക്കെ അതുപോലെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഓവറോൾ നോക്കുമ്പോൾ നമുക്കിതൊരു 1 ടൈം വാച്ചബിളായിട്ടേ തോന്നുള്ളൂ. സോ അതിരടിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 2.75/5. It's a just one time watchable film. So next time.